നേർവഴി കാട്ടൂ. ഞങ്ങളെ സൃഷ്ടിച്ച താരാ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു നിത്യം. ഞങ്ങളെ സൃഷ്ടിച്ച താരാ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു നിത്യം. സ്വർഗ്ഗത്തിൽ വാഴും പിതാവേ, എന്നും ഞങ്ങൾക്കു നേർവഴി കാട്ടൂ. കൊടിയുയർത്തിക്കൊണ്ട് തന്നെ ആരംഭിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പതാക ഉയർത്തിയതിന് ശേഷം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും തന്നെ വരിവരിയായി നിന്ന് ബൈബിൾ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാ വന്യ വൈദികരെയും സ്നേഹം നിറഞ്ഞ ശമാശന്മാരെയും അധ്യാപകരെയും പ്രൊമോട്ടർമാരെയും നിങ്ങളെല്ലാവരെയും ഈ NBOC ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി രൂപത ഡയറക്ടറായിരിക്കുന്ന നമ്മുടെ തോമസ് ക്രിസ്തുവൻ പതാക ഉയർത്തുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കുട്ടികൾ സഭയുടെ
ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസ പരിശീലനത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും വളർന്നു വരുവാൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിലേക്ക് ഞങ്ങൾ ഉൾച്ചേരുന്നു. നാം ദൈവമക്കൾ ആണ് എന്ന തിരിച്ചറിവിലും സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് ചേർന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഈ ദിനങ്ങളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണം. സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് അവിടുത്തെ പുത്രൻ യേശു മിശിഹ കാണിച്ചു തന്ന മാർഗത്തിലൂടെ അനുദിനം ചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും അതുവഴിയായി വിശ്വാസത്തിൽ സ്ഥിരതപ്പെടുവാനും ഞാൻ സർവാത്മാ പരിശ്രമിക്കും. എന്റെ ഈ പ്രതിജ്ഞ പൂർത്തീകരിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്യാമ്പ് നടത്തുവാനായി കടന്നു വന്നിരിക്കുന്ന ബ്രദേഴ്സ്, മറ്റിടവകയിൽ നിന്ന് വന്നിരിക്കുന്ന അധ്യാപകരെ, മാതാപിതാക്കളെ, ഈ ഇടവകയിലെ അധ്യാപകരെ, കുഞ്ഞുമക്കളെ, ഏറ്റവും സന്തോഷപ്രദമായ 3 ദിവസങ്ങളാണ്
നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വർഷത്തെ ക്യാമ്പിൻ്റെ പേര് ആബ എന്നാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കളികളിലൂടെയും പാട്ടുകളിലൂടെയും മനസ്സിലാക്കുന്നതിനും അത് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള വലിയൊരു അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ക്യാമ്പിൻ്റെ സമയത്തൊക്കെ ബ്രദേഴ്സ് ഈശോയുടെ കുഞ്ഞുമക്കളെ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും എന്തോ എന്ന് വിളിയേക്കും ഉറക്കെ. 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അമ്മ വിളിക്കുക മോനെ എന്ന് വിളിക്കുമ്പോൾ എന്താ പറയുന്നത്? ഈ അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കല്ല നമ്മൾ നീങ്ങേണ്ടത്. നമ്മൾ ക്യാമ്പിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും ഓരോ അനുഭവങ്ങളും ജീവിതത്തിൽ തുടർന്നുള്ള എല്ലാ അവസരങ്ങളിലും അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നാം ഓരോ വർഷവും ക്യാമ്പ് കൊണ്ടുവന്നതിന് ഒരു പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറും അവധിക്കാലത്ത് ഒരു സമയം പോക്കായി മാത്രമല്ല. 3 ദിവസം വീട്ടിലെ ശല്യം മാറാനായിട്ട് കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക, അത് മാത്രമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കരുത്. നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ നല്ല അറിവുകൾ അത് ജീവിതത്തിലും പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. സമയം വൈകിയിരിക്കുന്നു. ഈ ക്യാമ്പ് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഇടവക വികാരി ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൺഡേ സ്കൂളിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന രൂപതയുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ തോമസ് ക്രിസ്തു മന്ദിരത്തിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിലമ്പൂർ മേഖലയുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോർജ് ആലമുട്ടിലച്ചനെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരേസയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എറണാകുളത്തെ സൺഡേ സ്കൂൾ എച്ച്.എം. ശ്രീമാൻ സിജുവിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പ് ഏറ്റവും മനോഹരമാക്കുവാനായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബ്രദേഴ്സിനെയും ക്യാമ്പിന്റെ ലീഡർ ഫാദർ കുര്യാക്കോസ് പോത്തുകുന്നിലച്ചനെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ 3 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ത്യാഗപൂർവ്വം വന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും മറ്റിടവകയിൽ നിന്ന് വന്നിരിക്കുന്ന അംഗങ്ങളെയും എല്ലാ അമ്മമാരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ഇടവക വികാരി ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നിലച്ചനെ ക്ഷണിച്ചു. നമ്മുടെ രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുലച്ചൻ, ബഹുമാനപ്പെട്ട ജോർജ് അലമുട്ടിലച്ചൻ, ബഹുമാനപ്പെട്ട പ്രിയപ്പച്ചൻ, പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, സൺഡേ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മാസ്റ്റർ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഇടവക ട്രസ്റ്റി സെക്രട്ടറി, പ്രിയ സഹോദരികളെ, പ്രിയപ്പെട്ട ആബ എന്ന പേരിൻ്റെ അർത്ഥം എന്നറിയാമോ? ആബ എന്ന് പറഞ്ഞാൽ ആബ എന്ന പേരിൻ്റെ അർത്ഥം എന്നാ? പറഞ്ഞല്ലോ ഇപ്പോൾ ആരോ പറഞ്ഞില്ലേ? പിതാവ്. ഓക്കെ, ആരാ പിതാവ്? ആരാ ഉദ്ദേശിക്കുന്നത്? വീട്ടിലെ പപ്പയാണോ? വീട്ടിലെ അപ്പയാണോ? പിതാവായ ദൈവത്തെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലുള്ള നിങ്ങളുടെയൊക്കെ അപ്പായുടെയും അല്ലെങ്കിൽ പപ്പയുടെയും അല്ലെങ്കിൽ ഡാഡിയുടെയും ഒക്കെ സ്നേഹത്തെ അതിലൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. ഇപ്പോൾ സമയം പോയതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു പിതാവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ വലിയ അന്തരീക്ഷം നിങ്ങൾക്ക് ഈ 3 ദിവസവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധമായ നന്മകൾ പ്രത്യേകമായിട്ട്
സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതായ പ്രാർത്ഥന സ്വയാനിയിലും മലയാളത്തിലൊക്കെ പഠിക്കുവാനായിട്ടുള്ള നല്ലൊരു അവസരമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്യാമ്പ് നയിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ളതായ പ്രിയപ്പെട്ട ബ്രദേഴ്സിനെയും ഇതൊന്ന് ഈ ചിലപ്പോൾ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അവരെയും അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സന്തോഷപൂർവ്വം ഞാൻ ഈ ജോസ് ഗിരിയയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല 3 ദിനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി നേർന്നുകൊണ്ട് ഈ അവധിക്കാലം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അവധിക്കാലത്ത് നിങ്ങൾ സ്പോർട്സ് പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകളായിരിക്കും. പക്ഷെ അതേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾക്ക് അനുഭവമാകുന്ന രീതിയിൽ ഈ 3 ദിവസം നമ്മൾക്ക് സന്തോഷിക്കുവാനായിട്ട് പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് ഇടവരണം. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം, 3ാമത്തെ ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ നിങ്ങൾക്ക് പരിചയക്കാരുടെ പേരുകൾ എഴുതുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകമായ സമ്മാനം നൽകുന്നതായിരിക്കും. അതായത് ഈ പറയാൻ ഉദ്ദേശിച്ചതാണ്, നിങ്ങൾ 3 ദിവസം നമ്മുടെ അച്ഛന്മാരുടെയും ചുമ്മാശന്മാരുടെയും കൂടെ കളിക്കുകയും ചിരിക്കുകയും മാത്രമല്ല, നിങ്ങൾ പരസ്പരം നമുക്കിവിടെ 4 ഇടവകയിൽ നിന്നുള്ളതായ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പരസ്പരം പരിചയപ്പെടാനായിട്ടുള്ളതായ നല്ല ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിനാണ് ഇന്നയാൾ ഇന്ന പള്ളിയിൽ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മുടെ മുതിർന്ന ആളുകൾക്കൊക്കെയുള്ള പ്രത്യേകതയാണ് അവർക്കറിയാം. ഇപ്പോൾ നല്ല സാർ വിളിക്കുന്നു, അദ്ദേഹത്തിന് മിക്കവാറും നമ്മുടെ ജോസഫ് പള്ളിയിൽ എല്ലാവരും അറിയാം. അപ്പോൾ അതൊരു നല്ലൊരു ബന്ധങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാരണമാണ്. ഒരേ സഭയിലുള്ളതായ ഒരു രൂപതയിലുള്ളതായ നമ്മുടെ ആളുകളെ പരസ്പരം മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ഒരു അവസരം കൂടി ആണ് പ്രത്യേകം ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾ 3ാമത്തെ ദിവസം ഇവിടെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഇടവിലുള്ള ആളുകളുടെ പേരിലല്ല, ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ രജിസ്ട്രേഷൻ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ഇന്ന ഇടവകയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഒരാളുടെ പേര് എഴുതുക, ആ പാട് ഇന്ന ഇടവകയിൽ നിന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പേരുകൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വന്ന ക്യാമ്പിൽ വന്ന ആളുകളുടെ പേരുകൾ എഴുതുന്ന ആളുകളുടെ ഒരാൾക്ക് ഞാൻ നിങ്ങളുടെ ദേവാലയത്തിലെ വിചാരിച്ചതിന് ഒരു സമ്മാനം എഴുതുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു 3 ദിവസം നേരത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എടുത്തോളൂ. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നിലമ്പൂർ റീജിയണൽ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോർജ് ആലപ്പുഴച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ ഡയറക്ടർ, ഏറ്റവും ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരച്ച ഇടവേളി വികാരി, ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനുമായിരിക്കുന്ന മാത്യു പെരുമ്പള്ളിക്കുന്നച്ച, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ, സമാജന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഹെഡ് മാസ്റ്റേഴ്സ്, അധ്യാപകരെ, ഇടവക ജനങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ അവധിക്കാല ക്യാമ്പ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുവാനായിട്ട് നമ്മുടെ രൂപതയുടെ മതബോധന പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളെ ഇതിലൂടെ പരിശീലിപ്പിച്ച് നാളത്തെ നമ്മുടെ ഇടവകയുടെ നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കുവാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ഒരു ക്യാമ്പ്. നമ്മുടെ കുട്ടികൾ വളർന്നു വരണം. നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്ന വിശ്വാസ പരിശീലനവും അവരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്തുകയും ചെയ്താൽ മാത്രമേ നാളത്തെ നമ്മുടെ ഇടവകയെ നയിക്കുന്നതിനും നമ്മുടെ കുടുംബത്തെ നയിക്കുന്നതിനും സമൂഹത്തെ നയിക്കുന്നതിനുമൊക്കെ അവർക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ക്യാമ്പ് നമ്മുടെ മക്കൾക്ക് അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ അറിവിന്, അവരുടെ എല്ലാ വളർച്ചയ്ക്കുമൊക്കെ ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയുള്ള കാര്യമാണ്. ഈ വർഷത്തെ അബ്ബ പിതാവിന് ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനും അതിലൂടെ ഒത്തിരിയേറെ അറിവുകൾ സഭയുടേത് അതുപോലെ വചനത്തിനുമൊക്കെ അറിവുകൾ നേടിക്കൊണ്ട് വളരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ
ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂർ മതബോധന കാര്യാലയത്തിൽ പ്രത്യേകമായിട്ട് നല്ല ക്രമീകരണത്തോടെ കടന്നു പോകണമെങ്കിൽ നല്ല പ്രൊമോട്ടേഴ്സും അതുപോലെ നല്ല അധ്യാപകരും ഹെഡ്മാസ്റ്റർമൊക്കെ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ, അതിനുവേണ്ടി ശക്തമായ നേതൃത്വം കൊടുത്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടവയിൽ നിന്ന് ഒരു നല്ല പ്രൊമോട്ടേഴ്സിനെ നമ്മുടെ മേഖലയ്ക്ക് വേണം. അതിന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, വചനത്തിൽ പറയുന്നുണ്ട്, യേശുനാഥൻ പറയുന്നു, കുട്ടികളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക. അപ്പോൾ കുട്ടികളോട് വളരെ സ്നേഹമുള്ള യേശുനാഥൻ അവരെ തടയരുത് എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. അത്രമാത്രം സ്നേഹമുള്ള ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ അവസരത്തിൽ നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകമാണ് അഭിനന്ദിക്കുകയാണ്. അധ്യാപകരെ, മാസ്റ്ററെ, അതുപോലെ വൈദികരെ, ക്യാമ്പ് നടത്തുവാനായിട്ട് കടന്നു വന്നവരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ പരിപാടി ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് രൂപത സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ തോമസ് ക്രിസ്തുമതൻ അച്ഛനെ ക്ഷണിച്ചു. വിശ്വസിയായിരിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നിലമ്പൂർ ജോസ്ഗിരി ഇടവകയുടെ വികാരിയായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മാത്യു ഈ യോഗം പ്രത്യേകിച്ച് വിളിക്കാൻ ഉദ്ഘാടനം ചെയ്ത നമുക്ക് പ്രത്യേകനായ ബഹുമാനപ്പെട്ട നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ മേഖലാ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ആൽമുട്ടലച്ച, ഈ സൺഡേ സ്കൂൾ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നേതൃത്വമുള്ള പ്രിയപ്പെട്ട വൈദിക വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരേസ് SAC, നമ്മുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സിജോ സാർ, അതുപോലെ തന്നെ അധ്യാപിക ടീച്ചർ, പ്രിയപ്പെട്ട കൈക്കാരൻ കണക്കൻ, പ്രിയപ്പെട്ട അമ്മമാരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, ഞങ്ങളൊക്കെ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കുഞ്ഞു മക്കളെ തന്നെ വിളിക്കാണ് അല്ലേ? എന്താ അടിസ്ഥാനത്തിൽ മക്കളെ വിളിക്കുന്ന അച്ഛൻ? എന്താ അടിസ്ഥാനത്തിൽ നിങ്ങളൊക്കെ മക്കളെ തന്നെ വിളിക്കാറുണ്ട്? ഞങ്ങൾ ചെലവ് തരുന്നില്ല, ഞങ്ങൾ ഷർട്ട് വാങ്ങിച്ചു തരുന്നില്ല, വസ്ത്രം വാങ്ങിച്ചു തരുന്നില്ല, സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ല, പിക്നിക്ക് കൊണ്ടുപോകുന്നില്ല, നമ്മൾ ഒന്നിച്ച് കഴിയുന്നില്ല. പക്ഷെ എന്തിനെന്താ ഞങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിക്കാനുണ്ട്? അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഫാദറിനാണ് വിളിക്കുന്നത് അല്ലേ? പിതാവെ അല്ലെങ്കിൽ അനുവാദമാണ് അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ തന്നെ വിളിക്കുന്നത് അല്ലെ? അച്ഛൻ വികാരിച്ചാണ് എന്താ അടിസ്ഥാനത്തിൽ
ചുമ്മാ വിളിക്കുന്നുണ്ട്. എന്താണ്? ഓ വെരി ഗുഡ്. കുറേ വന്നിട്ടുണ്ട്. അതായത് സ്നേഹമുള്ളവരൊക്കെ നമ്മൾ അപ്പാന്ന് വിളിക്കും. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. സ്നേഹമുള്ളവരുടെ അപ്പാന്ന് വിളിക്കുന്നത്. ഈ സിജിയുടെ അപ്പാന്ന് വിളിക്കുന്നില്ലല്ലോ, ഫാദർ വിളിക്കുന്നില്ലല്ലോ. അതിൽ സിജിയുടെ മക്കൾ വിളിക്കപ്പെടുന്നു. ഞാൻ ചോദിച്ചത് നിങ്ങളെന്താണ് ഞങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ അപ്പാന്ന് വിളിക്കുന്നത്, അച്ഛൻ ഫാദറിനെ വിളിക്കുന്നത്? പറഞ്ഞു തരാം. നമ്മുടെ ഈ അവധിക്കാല ക്യാമ്പ് പേരെന്താണ്? അബ്ബ 2024. നമ്മളെ ടീച്ചർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അച്ഛന്മാരൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു. നമ്മളെ ദൈവമക്കളാകുന്ന ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. ചില ബോധ്യങ്ങളിലേക്ക്, ചില തിരിച്ചറിവുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ്. ഈ ഒരു പേര് നമുക്ക് നിർദ്ദേശിക്കുകയും ഇതനുസരിച്ച് പാഠഭാഗം തയ്യാറാക്കുകയും നിർദ്ദേശം നൽകിയത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പിതാക്കന്മാർ ഒത്തുചേർന്ന ഒരു സമിതിയാണ്. അതിന് പറയുന്നത് പരിശുദ്ധ സുനോദോസം എന്ന് പറയുന്നത്. പിതാക്കന്മാരുടെ എല്ലാവരെയും ചേർന്നിരിക്കുന്ന സമ്മേളനത്തിലാണ് തീരുമാനമെടുത്തിട്ടാണ് ഈ വർഷത്തെ ചിന്താ വിഷയം അബ്ബ എന്നാണെന്ന് പറയുന്നത്. എന്തെന്നറിയാമോ? പല കാലങ്ങളുണ്ട്. മക്കൾക്ക് അപ്പന്റെ അമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ കണ്ടിട്ടില്ല, മക്കള് അപ്പനെ അമ്മ ഉപയോഗിച്ചിട്ട് നാട് വിടും, അല്ലേ? അപ്പനെ അമ്മയെ ധിക്കരിച്ചിട്ടും ഒളിച്ചോടി ഏതെങ്കിലും സുഹൃത്ത് അല്ലെങ്കിൽ ആൺകുട്ടിയെ പെൺകുട്ടിയൊക്കെ കൂട്ടുകാരുടെ കൂടെ പോകും, വിട്ടുപോകും. അപ്പനൊക്കെ വേണ്ടാന്ന് പറയും. ഇതൊരു വശം. മറുവശത്ത് പള്ളിയിലൊക്കെ ആണെങ്കിൽ പലപ്പോഴൊക്കെ ഈ അപ്പന്റെ സ്നേഹം അറിയാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം പലപ്പോഴും പള്ളിയിൽ ശൂന്യമായി കിടക്കും. അപ്പന്റെ സ്നേഹം അറിയാതെ പോകുന്നു. ഞായറാഴ്ച കിട്ടില്ല, കുറേ ചില സ്ഥലങ്ങളൊക്കെ പള്ളിക്കുള്ളിൽ ശൂന്യമായി കിടക്കും. അതേസമയം കുറേ സ്ഥലങ്ങൾ നിറഞ്ഞു നിൽക്കും. അപ്പന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ജനമുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈ അപ്പൻ എന്ന് പറയുന്നത് ജനിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞു. ജനിപ്പിക്കുന്നതാണ്. വീട്ടിൽ നിങ്ങൾ ജനിപ്പിച്ച ഒരാളും വീട്ടിൽ അതിന് ഒരു പേരുണ്ടാവും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇന്ന ആളിൻ്റെ മോനാണെന്ന് പറയും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും, അല്ലേ? ഇനി എന്തെങ്കിലും കുടുത്തകേട് കാണിച്ചു കഴിഞ്ഞാലും പത്രത്തിൽ പേര് എഴുതുന്ന ആരാണ്? ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോൻ അല്ലെ മോൾ എന്നാണ് പെട്ടെന്ന് പറയുന്നത്. അമ്മയുടെ പേര് പറഞ്ഞാൽ അപ്പൻ്റെ പേരാണ് പോയി ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ പറയും ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ ഇന്നാലും മോൻ എന്ന് പറയും. നമ്മളെന്തെങ്കിലും കുടുത്തകേട് കാണിച്ചു കഴിഞ്ഞാൽ ഇന്നാളുടെ ഇന്നാലും മോൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നന്മ ചെയ്താലും മോശം കഴിഞ്ഞാലും അതിന്റെ ദോഷവും നന്മയൊക്കെ ലഭിക്കുന്ന അവസരത്തിൽ നിർത്തുന്ന ആൾക്ക് അപ്പല്ലാതെ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് അപ്പനെ കാണിച്ചാലാണ്. അപ്പന്റെ സ്വഭാവം കാണാൻ മക്കൾക്ക് വ്യക്തമായി തരാൻ വേണ്ടി. നേരത്തെ കുറച്ച് പേര് പറഞ്ഞു സ്നേഹമുള്ളതുകൊണ്ടാണ് എടുത്തത്. അത് ശരിയാണ്. കാരണം ദൈവം സമം സ്നേഹം, ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത്, അല്ലേ? ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആരൂപമാണ് യേശു. ആ യേശുവിന്റെ യേശു പറഞ്ഞു ഞാൻ പിതാവ് ഒന്നാണ്. അവസാനം വരെയും യേശു പിതാവിനെ ഇട്ട് നിറവേറ്റാൻ വേണ്ടിയാണ് ജീവിച്ചത്. അവസാന ശ്വാസത്തിൽ അബ്ബ ദൈവമേ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മാമോദിസ അവസരത്തിലും യേശു രൂപാന്തരപ്പെട്ട അവസരത്തിലും ഇവരുടെ പ്രിയപുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലെ? യേശുവിനെ പറയുന്നത് പിതാവാദൈവം പറയുന്നത്. അപ്പോൾ പിതാവാദൈവത്തിന്റെ ആ ദൈവീയ സത്തയിൽ പങ്കുചേരുന്ന പുത്രതമ്പുരാൻ പിതാവാദൈവത്തിന് നമുക്ക് പറഞ്ഞു തന്നു. ആ സ്നേഹം കാണിച്ചു, ക്ഷമ കാണിച്ചു. അത് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന അവസരങ്ങളാണ്. വീട്ടിൽ നമുക്കറിയാം, നമ്മൾ ഒരാൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകി. അപ്പൊ അവർ ആ വ്യക്തിയെ അപ്പാന്ന് വിളിക്കും. കണ്ടവരെല്ലാവരും നമ്മൾ അപ്പാന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. കാരണം അപ്പന്റെ നേരത്തെ പറഞ്ഞ അപ്പന്റെ കൂടുതൽ സ്നേഹം, കരുതൽ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് അപ്പാന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത പത്രത്തിലൂടെ പോകുന്ന പത്രത്തിലൂടെ നടക്കുന്ന ഗീവിറ്റോട് അപ്പാന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. അയാൾക്ക് നമുക്കൊരു ബന്ധം ഇല്ല. നീ വായിക്കുന്ന സമയത്ത് ബന്ധം, അല്ലെങ്കിൽ പത്രം കൊണ്ടുവരുന്ന സമയത്ത് ബന്ധമേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ താമസിക്കുന്ന അപ്പൻ എന്റെ എന്താണ്? ചങ്കാണ്. അത് കേട്ടിട്ടില്ല? ചങ്കാണെന്നുള്ളത്, അല്ലേ? ചങ്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചങ്കെന്നുള്ളത്. നിങ്ങൾക്ക് അപ്പൻ അമ്മ ഒക്കെ ചങ്കാണോ? അങ്ങനെയുള്ള കൈവയ്ക്കുകയും പറയുമ്പോൾ സംശയമാണ്. ഇനി അടുത്ത ദിവസം തീരുമാനം പറയാം എന്ന് പറഞ്ഞ ആലോചിച്ചിരിക്കുകയാണ്. മനസ്സിലൊക്കെയാണ് നോക്കുന്നത്. ചിലര് ഹാഫാണ് നോക്കുന്നത്. അപ്പനിട്ട് കുത്തു കൊടുക്കുന്ന രീതിയിലാണ് ചിലർ നോക്കുന്നത്. ഇങ്ങനെ കൈ ഇങ്ങനെ ഭയങ്കര നോക്കും. ഇങ്ങനെ നോക്കുമ്പോഴാണ് പോകുന്ന അർത്ഥത്തിലാണ്.
ഇത് പകരസ്നേഹം കുത്തുകൊടുക്കുന്നതാണ്. ഞാൻ റെഡി കൊടുക്കുക, ഞാൻ എൻ്റെ ചെങ്കാണ് പേര് കൈതാക്കുക. ഇനി ആരെങ്കിലും അതുവഴി പോകുമ്പോൾ അല്ല കൂട്ടുകാരൊക്കെ ചങ്കെന്ന് പറയുന്ന പകരം എൻ്റെ അപ്പനും എൻ്റെ അമ്മയുമാണ് എൻ്റെ ചങ്ക്. മനസ്സിലായോ? ആണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാതെ തന്നെ അതിലേറെ കരുതാണ്. നിങ്ങൾ അറിയില്ലല്ലോ. നിങ്ങൾ എഴുന്നേൽക്കുന്നൊരു അപ്പം പോകും ഇവിടെ ബസ് ഓടിക്കാൻ അല്ലെങ്കിൽ തൊഴിൽ ടാപ്പിങ്ങിന്. കഴിഞ്ഞ ദിവസം ഞാൻ പോയി രാവിലെ 3:30 പോയിരിക്കുകയാണ് അപ്പൻ. എന്തിന്? ടാപ്പിങ്ങിന് പോയിരിക്കണം. ആ സമയത്ത് പിള്ളേരെ എഴുതേക്കോ? ഇല്ല. ഇനി അപ്പം വരുന്നവർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ചിലപ്പോൾ വീടിച്ച് അവസരമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാം കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പനെ ഇടയ്ക്ക് കാണുന്നില്ല. അത് ശരിയാണ്. കൂടുതൽ കാണുന്ന ആരും നിങ്ങൾ അമ്മയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുത്ത് പോലെ ഈ കുടുംബം ആര് വെച്ചത്, ഈ പാവാട ആര് വെച്ചത്? അമ്മ വാങ്ങിച്ചത്. അമ്മ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് കാശ് മുടക്കിയിരിക്കുന്ന? ആരായിരിക്കും? അപ്പനാണ്. ഈ അപ്പനെ സൗകര്യം നമ്മളെ മറന്നു മിസ്സായിരിക്കും. ഇടയ്ക്ക് വരപ്പെട്ടത് പോകും. അമ്മ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മീഡിയേറ്ററാണ്. പക്ഷെ ആത്മീയമായിട്ട് അപ്പനാണ്. അപ്പൊ ദേഷ്യപ്പെടും, ചിലപ്പോൾ ശിക്ഷണം തരും, വഴക്ക് പറയും. അതുകൊണ്ട് അപ്പൻ നിങ്ങളോട് സ്നേഹമില്ലാതെ ആകുമോ? ഇല്ല. അതാ വഴക്ക് പറയുന്നുണ്ട്, അമ്മ മറന്നാലും ഞാൻ തന്നെ മറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കുടുംബം, അത് കഴിഞ്ഞ് കുറച്ച് വലുതായിട്ട് പള്ളി അല്ലേ? പള്ളി നമ്മുടെ വലിയൊരു കുടുംബമാണ്. 100-125 കുടുംബമുള്ള വലിയൊരു കുടുംബം. അവിടെ 10-500-ലധികം അവരെയാണ് വിചാരിച്ചത്. അത് നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണ്. ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ അപ്പനായിട്ട് മാറുന്നത്, അങ്ങനെയാണ് പിതാവുന്നതായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമ്മുടെ രൂപതാന്തീക്ഷം വരുമ്പോൾ പിതാവിന്റെ സ്വീകരണം എന്നൊക്കെ പറയുന്നത്. വേറെ പിതാവ്, എന്ത് പിതാവ് എന്ന് ചോദിക്കേണ്ടിയുണ്ട്. അപ്പൊ നമ്മളെന്ത് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ ആത്മീയമായിട്ട് ജനിപ്പിച്ചിട്ടുള്ളവരാണ്. നമുക്ക് ആത്മീയമായ ശിക്ഷണം തരുന്നവരാണ്. വീട്ടിൽ നമുക്ക് ശിക്ഷണം തരുന്നില്ലയോ? മക്കൾക്ക് ആവശ്യമുള്ള കൊടുക്കത്തില്ലയോ? തരത്തില്ലയോ? ഇതുപോലെ പള്ളിയിൽ ഒന്നിച്ചിരുന്നു, അച്ഛൻ ഉപദേശം തരുന്നു, സുവിശേഷം വായിച്ച് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം തരുന്നു, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം തരുന്നത്. ഏതാണ് നമ്മുടെ ഭക്ഷണം? ഏതാണ് നമ്മുടെ ഞായറാഴ്ച പള്ളിയിലുള്ള ഭക്ഷണം? ഏതാണ്? കഞ്ഞിയും വിശുദ്ധ കുർബാന. കഞ്ഞി അതിന്റെ സപ്ലിമെന്ററിയാണ്. കഞ്ഞി സൺഡേ സ്കൂളിൽ സപ്ലിമെന്ററിയാണ്. കളർ ആത്മീയമായിട്ട് നമുക്ക് തരുന്നതാണ് ഭക്ഷണം. വിശുദ്ധ കുർബാനയാണ്. ഇതെന്റെ ആരാ? അപ്പനാണ്. അതാരാ? നമ്മുടെ വികാരിച്ചാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, നമുക്ക് ആവശ്യമുള്ള തിരുത്തലുകൾ, സ്നേഹം, കരുതൽ. ചിലപ്പോൾ വഴിപാട് വിചാരിച്ചത് തിരുത്തി തരുന്നത് നമ്മളോട് എന്തുള്ളതുകൊണ്ടാണ്? സ്നേഹം ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് രൂപത സഭ വരും, സഭ ഒരു ലോകം വരും, ലോകം ഒരു കുടുംബമാണ്. ഇതിന്റെ എല്ലാവരും ചേർന്നുള്ള പിതൃത്വം ആർക്കാണ് അവകാശപ്പെട്ടത്? ദൈവത്തിന്, അബ്ബയ്ക്കാണ് അവകാശപ്പെട്ടത്. ഈ ലോകത്തിന് മുഴുവൻ പിതൃത്വം അവകാശപ്പെട്ടത് ആർക്കാണ്? ദൈവത്തിന്. കാരണം ദൈവമാണ് നമ്മൾ ശ്രദ്ധിച്ച് പരിപാലിച്ച് നയിച്ച് കൊണ്ടുപോകും. നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ദൈവം നമുക്ക് തരും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥന കിട്ടുന്നില്ല, അപ്പൊ നമ്മൾ അനുഭവം വിചാരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഒരു കുട്ടി പരീക്ഷ ചോദ്യമുണ്ട്, കേരളത്തിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു. ഉടനെ തന്നെ കൊച്ചു കൃത്യം എഴുതിയപ്പോൾ നമുക്കറിയാം ഒരു പടവരങ്ങ രീതിയിലാണ് കേരളത്തിൽ കിടക്കുന്നത് അല്ലേ? പടവരങ്ങെല്ലാം അതിന് പാവയ്ക്കാണ് ഷേപ്പിലൊക്കെയാണ് കേരളം കിടന്നത്. അപ്പൊ കൃത്യം 14 കൊച്ചിയാണ് വന്നത്. കൊച്ചെഴുതി കൊച്ചി, എറണാകുളമാണ് കേരളത്തിന്റെ തലസ്ഥാനം. പിന്നീട് പഠിച്ചു നോക്കുമ്പോഴാണ് അല്ലല്ലോ പരീക്ഷ എഴുതുകയും ചെയ്തു. പിന്നീടാണ് വീട്ടിൽ നോക്കുമ്പോഴാണ് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് മനസ്സിലായത്. അപ്പൊ കൊച്ചിയിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥന എന്താണ്? യേശു 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 കേരളത്തിന്റെ തലസ്ഥാനം കൊച്ചിയാക്കണമേ, കേരളത്തിന്റെ തലസ്ഥാനം എറണാകുളം ആക്കണമേ എന്ന് പ്രാർത്ഥന. മാറ്റം നടക്കൂ? മാറ്റാൻ പറ്റുമോ? ചില പ്രാർത്ഥന അങ്ങനെയൊക്കെ നമ്മൾ ദൈവം നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് ചിലത് സ്ഥിരപ്പെടുത്തി തന്നിട്ടുണ്ട്, ചിലത് വേണ്ടാന്ന് പറയും, ചിലത് പിന്നെ മതിയെന്ന് പറയും. ആ ദൈവത്തോട് നമ്മൾ നല്ല ദൈവത്തോട് സ്നേഹത്തോട് ചേർന്ന് ദൈവത്തെ അബ്ബാന്ന് വിളിക്കണം പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ നമ്മൾ ആദ്യത്തെ പഠിക്കും. സുറിയാനി ഇവിടെ എനിക്കറിയാം, ഇവിടെ എല്ലാ പാട്ടുകാരൊക്കെ ഉള്ളത് എല്ലാ സുറിയാനി നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവര് ചിലപ്പോൾ പഠിച്ചത് ഇവിടെ പഠിച്ചത് ഒന്ന് വിചാരിക്കുന്നത് ഒരു നല്ല എക്സ്പെർട്ടാണ് സുറിയാനി.
അപ്പോൾ പ്രിയപ്പെട്ട അച്ഛന്മാരെ, നല്ല എനിക്ക് വളരെ സന്തോഷമുള്ളത് നമ്മുടെ ഒരു അച്ഛനാണ് ശമാസനല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങളങ്ങനെ വിചാരിക്കരുത്, ഒരു ശമാസനം ഇരിക്കുകയാണല്ലോ പ്രാവശ്യം ശമാസനം ഒരു അച്ഛനാണ് കേട്ടോ. പട്ടം കിട്ടി 2 വർഷം അച്ഛനാണ് ഇവിടെ ഇരിക്കേണ്ടത്. ബാക്കിയുള്ളവർ അതിന് ഓരോ തലങ്ങളിൽ വരാനിരിക്കുന്നവരാണ്. അവർ ഇടവകളിലെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ വന്ന് നിങ്ങളോടൊപ്പം കുറേ 2-3 ദിവസം നിങ്ങളുടെ കൂട്ടുകാരെ പോലെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്നതുകൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് ചേർന്നുകൊണ്ട് അച്ഛനെല്ലാം പരിചയപ്പെടുത്തും കേട്ടോ. നിങ്ങളെല്ലാം പരിചയപ്പെടുത്തും. ഈ 3 ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളായി പ്രാർത്ഥിക്കുന്നു. അച്ഛനൊരു സമ്മാനം ഇത് ചെയ്യും, അതായത് വളരെ സന്തോഷം തോന്നും. കാരണം ഇവിടെ വന്നിട്ട് നമ്മളിപ്പോഴും ചിലപ്പോഴും ചില കൂട്ടുകാരൊക്കെ വന്നിട്ട് അവരെ പള്ളിക്കാരെ മാത്രമേ പരിചയപ്പെടുത്തൂ. വേറെ ആരും മിങ്കിൾ ചെയ്തില്ല. എത്ര ഇരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു. എല്ലാവരും മിങ്കിൾ ചെയ്യണം. കുടുംബത്തിൽ തിരിക്കുമ്പോൾ സന്തോഷമാകും. അപ്പോൾ എല്ലാവരും പഠിക്കണം. കാരണം നമ്മളൊരു വീട്ടിലെ അംഗമാണ്, ഏത് വീട്ടിലിരിക്കണം. നമ്മളൊരു മക്കളാണ്. എല്ലാവരും ഒരു അമ്മമാരെ പണിയെടുക്കുന്നു. കണ്ടവർക്ക് വേണ്ടി ആരും പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടവർക്ക് വേണ്ടി ആർക്കെങ്കിലും അടുത്തെത്തിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ കുടുംബത്തിലെ എൻ്റെ മക്കളാണ് എന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുമ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു പണിക്കാരി നോക്കുന്നവരല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിലെ ഒരു കാര്യമായതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ എൻ്റെ സഹോദരങ്ങളായതുകൊണ്ട് എൻ്റെ മക്കളായെന്ന പരിഗണന കൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ നിർത്തുന്നു. എല്ലാ ദൈവാധികാരികളും ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നല്ല കൂട്ടുകാരാണ്, ഈശോയുടെ കൂട്ടുകാരായിട്ട് നമ്മൾ മാറും. അച്ഛൻ പറയും നമുക്കൊരു ചാനലുണ്ട്, ഈശോയുടെ കൂട്ടുകാരെന്ന് പറയുന്നൊരു ചാനലുണ്ട്. അത് നടത്തുന്നത് ആരെന്നറിയാം? ഈ അച്ഛനാണ് നടത്തുന്നത്. ഇൻസ്റ്റഗ്രാമുണ്ട്, ഈശോയുടെ കൂട്ടുകാരെന്ന് കൊടുത്താണ്. ഇന്നാണ് ഈ ദിവസങ്ങളിലുള്ള നടക്കുന്ന പരിപാടികൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിർബന്ധമായിട്ട് ചാനൽ ലിങ്ക് ഉപയോഗിച്ച് കാണരുത്, മറിച്ച് അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതവിടെ ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്. നിർബന്ധമായിട്ട് 100 പേര് ചെയ്യണം കേട്ടോ. 100 പേര് അടുത്ത് പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും വീട്ടിൽ പോയിട്ട് മാതാവിന്റെ മൊബൈൽ വാങ്ങിക്കൊണ്ട് ചെയ്യണം. കണ്ട ഗെയിമും കളിച്ചുകൊണ്ട് നടക്കരുത്. അതിന് നോക്കിയിട്ട് കണ്ട് ഞങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന കാര്യം നിങ്ങളെ തന്നെ കാണാനും നല്ല കാര്യം മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരും മേഖല ഡയറക്ടർ, നമ്മുടെ യു ഡയറക്ടർ, നമ്മുടെ കോർഡിനേറ്റർ സിസ്റ്റർ, അതുപോലെ തന്നെ മേഖല പ്രവർത്തകർ എല്ലാവരും അഭിനന്ദിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന ദൈവം നമ്മളെ ആനന്ദിക്കും. സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മധ്യ പെരുമയിൽ നിലച്ച തോമസ് ക്രിസ്തുവിൽ നിലച്ച ചോദിച്ച പ്രിയമുള്ള അധ്യാപകരെ, സിസ്റ്റർ, പ്രൊമോട്ടേഴ്സ്, പള്ളിയിലെ മാതാപിതാക്കൾ, ട്രസ്റ്റി, സെക്രട്ടറി, പ്രിയമുള്ള ശമാശന്മാരെ, അതിലൊക്കെ ഉപരിയായി കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ക്യാമ്പിൻ്റെ പേരെന്താണ്? ABA 2024 മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ് നമ്മളെല്ലാ വർഷവും നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇവിടെ ക്യാമ്പ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളെ കാണുവാനായിട്ട് ഞാൻ വന്നിരുന്നു. സൺഡേ സ്കൂളിൽ ഞാൻ പ്രതികരിച്ചു വന്നു. ഈ വർഷം നിങ്ങളോടൊപ്പം ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് ക്യാമ്പ് നടത്തുവാനായിട്ട് കടന്നു വരാനൊരു ഭാഗ്യം ഈ വർഷം സിദ്ധിച്ചു. തമ്പുരാൻ നന്ദി പറയാം. എനിക്ക് കൂടി നിങ്ങളെ കാണുവാനായിട്ട് സാധിച്ചത്. ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പിൻ്റെ പേര് ABA 2024 എന്നാണ്. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കും. ഇത്തവണത്തെ നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് നാം ദൈവമക്കൾ എന്നുള്ള ആപ്തവാക്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം അച്ഛന്മാരൊക്കെ സൂചിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയാണ്, അതിനെ ആധാരമാക്കിയിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ ക്യാമ്പിൻ്റെ തീം നമ്മൾ കൊണ്ടുപോകുന്നത്. സ്വർഗസ്ഥനായ പിതാവേനാണോ? ഇടയ്ക്ക് ഒരു വാക്ക് പിടിയില്ലേ? എന്താ? ഞങ്ങളുടെ പിതാവേനല്ലേ? ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലോ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? പിന്നെയോ ഞങ്ങളുടെ പിതാവേനല്ലേ പ്രാർത്ഥിക്കുന്നത്? അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ പഠിക്കാനായിട്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, നാം ദൈവമക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് ഈ 3 ദിവസം കൊണ്ട് നമ്മൾ കടന്നു വരും കേട്ടോ. എല്ലാവരും റെഡിയാണോ? റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഇല്ല.
എൻ്റെ പേരെന്താ? ഇല്ല. എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. കഴിഞ്ഞ വട്ടം ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ കണ്ടിട്ടുണ്ടോ? ഈ നടുക്കിരിക്കുന്ന അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷത്തെ ഡയറി എടുത്ത് നോക്കിയാൽ മതി, അതിൽ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. ആ അച്ഛൻ്റെ ഫോട്ടോ കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേര് കുര്യാക്കോസ് കോവത്തുകുന്നേൽ എന്നാണ്. എൻ്റെ ഇടവക ചീങ്ങേരിയാണ്. പട്ടം സ്വീകരിച്ചിട്ട് ഇപ്പോൾ അച്ഛൻ സൂചിപ്പിച്ച പോലെ 2 വർഷമാകുന്നു. 2022 ഡിസംബറിലായിരുന്നു പട്ടം. അടുത്ത 3 ദിവസം നമ്മൾ ക്യാമ്പ് എടുക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നതിൽ എന്നെയാണ് ഉത്തരവാദിത്തം കൽപ്പിച്ചത്. ഇനി നമ്മുടെ മറ്റ് ശമാശന്മാരെ അവരെ തന്നെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എനിക്കറിയാം, ഇവിടെ ആരും തന്നെ എന്നെ അറിയത്തില്ല. കാരണം ഈ ഒരു മേഖലയിൽ, ജോസ്തി മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പേര് ബ്രദർസ് കരിയർ തലത്തിൽ നിന്നാണ്. ഫിലോസഫി കഴിഞ്ഞ് സെമിനാരി പഠനത്തിൽ ഫിലോസഫി കഴിഞ്ഞ് പ്രായോഗിക തലം കഴിഞ്ഞ് ഇപ്പം അങ്ങനെ വെയിറ്റിങ്ങിനൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ക്യാമ്പിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ വീട് വയനാട്ടിൽ പുൽപ്പള്ളി ശശിമല എന്ന ആ ഒരു പ്രദേശത്താണ്. എത്രയുള്ള വാക്ക് നമുക്ക് പയ്യെ പരിചയപ്പെട്ട പോലെ മതി, അതാണ് നല്ലത്. സ്നേഹമുള്ളവർ, എൻ്റെ പേര് മാത്യു, വീട്ടുപേര് തുറമുഖത്ത്. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിൽ നടുവിലാണ് എൻ്റെ ഇടവക. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മേരിമാത മേജർ സെമിനാരിൽ 3rd ഇയർ ഫിലോസഫി പഠിക്കുന്നു. സ്നേഹമുള്ളവർ, എൻ്റെ പേര് ബ്രദർ മർക്കോസ്, വീട്ടുപേര് മഞ്ഞപ്പള്ളിത്തറയിൽ. എൻ്റെ ഇടവക വയനാട് ജില്ലയിലെ കാട്ടിക്കുളമാണ്. ഞാൻ 2ാം വർഷ തത്വശാസ്ത്രം മംഗലപുരി സെമിനാരിൽ പഠിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ 4 പേരുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഒരാൾ കൂടി നമ്മുടെ ക്യാമ്പിൻ്റെ ടീമിലേക്ക് വരുവാനായിട്ടുണ്ട്. നിങ്ങളെ പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു അനീറ്റ എന്ന് പറയുന്ന യുവജന കൺസ്യൂജനിലുള്ള ഒരു ചേച്ചി കൂടി വരുവാനായിട്ടുണ്ട്. നമ്മുടെ ഇടക്കരയിലെ കരുതശ്ശി ഇടവകമാണ്. അപ്പോൾ ചേച്ചി കൂടി ദിവസം വരും. നമ്മൾ എല്ലാവരും ചേർന്ന് ഈ 3 ദിവസത്തെ ക്യാമ്പ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനാണ് എല്ലാ കൃപകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായി ബഹുമാനപ്പെട്ട സിസ്റ്റർ തെരേസ എസ്എൽസിയെ ക്ഷണിച്ചു. സ്നേഹബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിര അച്ഛ, പെരുമ്പള്ളി കുന്നേൽ അച്ഛ, ആലമുട്ടിൽ അച്ഛ, കുര്യാക്കോസ് അച്ഛ, ഈ ക്യാമ്പിന് ഇവിടെ നേതൃത്വം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ശംഭാഷന്മാരെ, ബഹുമാനപ്പെട്ട എച്ച്എമ്മമാരെ, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമുക്ക് നമ്മുടെ ഈ ഇടവകയിൽ തന്നെ ക്യാമ്പ് നടത്തുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി തന്നു. ക്യാമ്പിൻ്റെ പേര് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ആബ എന്നാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം നുകരുവാനായിട്ട് ഈ ഒരു ക്യാമ്പ് നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആലമുട്ടിൽ അച്ഛൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്നു. ബഹുമാനപ്പെട്ട അച്ഛന് ഈ ഇടവക കൂട്ടായ്മയിലെ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏർക്കരുത്തുകൾക്കിടയിൽ ഇവിടേക്ക് കടന്നു വരികയും നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്ത ബത്തേരി രൂപതയുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന ക്രിസ്തുമന്ദിരത്തിലെ അച്ഛന് ഈ കുടുംബത്തിന്റെ പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ വിദ്യാഭ്യാസനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പെരുമ്പള്ളി കുന്നേൽ അച്ഛൻ നിങ്ങളോട് ഏറെ വാത്സല്യം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ ഓരോ കാര്യത്തിലും അച്ഛൻ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും നിങ്ങളോടൊപ്പമായിരിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആബ 2024 ടീം ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. നിങ്ങൾ കാണുവാനൊക്കെ ആയിട്ട് ഈ 4 ദിവസം അച്ഛൻ ഇവിടെ 3 ദിവസം ഇവിടെ നമ്മോട് കൂടി ആയിരിക്കും. ബഹുമാനപ്പെട്ട അച്ഛന് ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഈ സമയം അർപ്പിച്ചു.
ബഹുമാനപ്പെട്ട സന്യാസിമാര്, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ശക്തിയും നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും ഇത് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഈ കുടുംബം ഒന്നാകെ നിങ്ങളുടെ ഈ വിലയേറിയ സേവനത്തിന്, നിങ്ങളുടെ ഈ ത്യാഗത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരിക്കുന്ന രേണു ചേച്ചി, അതുപോലെ തന്നെ ഏനാന്തി ഇടവകയിൽ അച്ഛന്മാരിക്കുന്ന സിജു സാറ്, മറ്റിടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ടീച്ചേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നമ്മുടെ ഇടവകയിൽ ട്രസ്റ്റി സെക്രട്ടറി MCYM മേഖലാ പ്രസിഡന്റ് ജെഫി, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാര്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മാതാപിതാക്കള്, ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും ആത്മാർത്ഥമായ അവർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദൈവാനുഭവം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ക്യാമ്പിന്റെ പേരെന്താ? അമ്മ 2024 അല്ലേ? നമ്മുടെ ആപ്തവാക്യം എന്താ? നാം ദൈവ മക്കൾ. ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോ നമ്മള് നമ്മുടെ ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് നമ്മള് പതാക ഉയർത്തി ബൈബിൾ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം നമ്മൾ ചെറിയ ഒരു ഉദ്ഘാടന സമ്മേളനം കൂടി ഈ അവസരത്തിൽ നടത്തി നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. Are you ready? Are you ready? അന്നം തരുന്നതും ദൈവമല്ലോ, അപ്പം തരുന്നതും ദൈവമല്ലോ, എന്നോടെ വീടിനു ശാന്തിയേകും നിത്യപ്രകാശവും ദൈവമല്ലോ. അന്തിക്കു നമ്മുടെ വീട്ടിലെന്നും ദൈവത്തെ വാഴ്ത്താൻ മറന്നിടല്ലേ. അന്തിക്കു നമ്മുടെ വീട്ടിലെന്നും ദൈവത്തെ വാഴ്ത്താൻ മറന്നിടല്ലേ. അന്നം തരുന്നതും ദൈവമല്ലോ, അപ്പം തരുന്നതും ദൈവമല്ലോ,